കരിയർ ഗൈഡൻസ് മേഖലയിൽ ഒട്ടനവധി സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതായി പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ മേഖലയിൽ സൗജന്യമായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുന്നതിൻ്റെ കാരണം കരിയർ ഗൈഡൻസ് മേഖലയിൽ വരും കാലഘട്ടത്തിൻ്റെ തൊഴിലിടങ്ങളെ കൃത്യമായി കുട്ടികളിലേക്ക് എത്തിക്കുകയും നമ്മുടെ കുട്ടികളെ സ്കിൽഫുള്ളായി വളർത്തി വലുതാക്കുകയും ചെയ്യുക എന്ന വിശാലമായ ഒരു ലക്ഷ്യത്തോടെയാണ്. ഇത്തരത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ കരിയർ ഗൈഡൻസ് മേഖലയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിലൊന്നാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ എന്ന ആശയം. 1959 കേരളത്തിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ബ്യൂറോ കേരള യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചത്. ഈ യൂണിവേഴ്സിറ്റി ബ്യൂറോയുടെ പ്രവർത്തനങ്ങൾ പിന്നീട് ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ സർവകലാശാലകളിലേക്കും വ്യാപിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം 2019 കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക പദ്ധതി എന്ന നിലയിൽ കുട്ടികളുടെ വിവിധ സ്കില്ലുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും മത്സര പരീക്ഷകളടക്കമുള്ള മേഖലകളിൽ അവർക്ക് പരിശീലനം കൃത്യമായിട്ട് നൽകാനും അവരെ സമൂഹത്തിൻ്റെ വികസിതമായ ഒരു ഇന്ത്യ എന്ന ആശയത്തിലേക്ക് പങ്കാളികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇത്തരത്തിൽ ഇന്ത്യയിലുടനീളമുള്ള മോഡൽ കരിയർ സെൻറ്ററുകൾ കരിയർ ഗൈഡൻസ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സർവകലാശാലകളുടെയും സഹകരണത്തോടുകൂടി ആണ് ഇത് ആദ്യം ആരംഭിച്ചത്. പിന്നീട് മറ്റ് മേഖലകളിലേക്കും അത് വ്യാപിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ കേരളത്തിലെ ആദ്യത്തെ മോഡൽ കരിയർ സെൻറ്റർ സ്ഥാപിക്കപ്പെട്ടതും കേരള സർവകലാശാലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റുഡൻറ്റ് സെൻറ്ററിൽ PMGയിലുള്ള സ്റ്റുഡൻറ്റ് സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെൻറ്ററാണ്. ഈ മോഡൽ കരിയർ സെൻറ്റർ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി പിന്നീട് അത് വിവിധ സർവകലാശാലകളിലേക്കും അതിനപ്പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കുമായി ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 13ഓളം മോഡൽ കരിയർ സെൻറ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. എന്താണ് മോഡൽ കരിയർ സെൻറ്ററുകൾ? മോഡൽ കരിയർ സെൻറ്റർ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പഠിക്കുന്ന കുട്ടികൾ, പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾ, 2 ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾ. പഠിക്കുകയും ജോലി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ കുട്ടികൾക്ക് വേണ്ട സേവനങ്ങൾ സൗജന്യമായി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിലായി വിവിധ സർവകലാശാലകളിലും വിവിധ ജില്ലയിലും മറ്റു പ്രദേശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ നിന്നും സൗജന്യമായ കരിയർ അഡ്വൈസുകൾ ലഭ്യമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മോഡൽ കരിയർ സെൻറ്ററുകളിൽ യങ് പ്രൊഫഷണൽമാരുടെ നേതൃത്വത്തിൽ കരിയർ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ വളരെ വലിയ തോതിൽ പ്രവർത്തന സജ്ജമായി വിവിധ പ്രദേശങ്ങളിലായി നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കുട്ടികൾക്ക് അഡ്വൈസ് നൽകുന്ന തരത്തിൽ ഉപദേശങ്ങൾ നൽകുന്ന തരത്തിൽ അവരുടെ കരിയർ മേഖലയിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കുന്നതിനുള്ള വിപ്ലവകരമായ ഒരു മാറ്റമാണ് കേരളത്തിലെ ആദ്യത്തെ മോഡൽ കരിയർ സെൻറ്റർ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി ഉണ്ടായിട്ടുള്ളത്. സൗജന്യമായി കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നതിന് ഇവിടെ അവസരങ്ങളുണ്ട്. സൗജന്യമായി കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള അവസരങ്ങൾ ആദ്യമായി മോഡൽ കരിയർ സെൻറ്റർ തിരുവനന്തപുരത്തും പിന്നീട് മറ്റ് സ്ഥലങ്ങളിലും ആരംഭിക്കുമ്പോൾ എന്തിനാണ് ഈ ടെസ്റ്റ് നടത്തുന്നത് എന്ന ഒരു ചോദ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു കുട്ടിയുടെ 8 തരം മികവുകൾ, അയാളുടെ 8 തരം ഇൻ്റലിജൻസുകൾ, അയാളുടെ ഓരോ തൊഴിലിടത്തിലേക്കുമുള്ള അഭിരുചികൾ, ഇതിനെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സൈക്കോമെട്രിക് ടെസ്റ്റിലൂടെ കണ്ടെത്തി കുട്ടികൾക്ക് മതിയായ ഉപദേശങ്ങൾ നൽകാനും അവരുടെ പോരായ്മകളെ റെക്ടിഫൈ ചെയ്ത് തിരുത്തി പഠന തൊഴിൽ മേഖലയിലേക്ക് കൃത്യമായി അവരെ നയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. വെളിയിൽ വലിയ പണം ചെലവഴിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് നേടുന്ന ഈ സർവീസ് പലപ്പോഴും നമ്മളെ സ്ഥാപനങ്ങളുടെ മികവിനേക്കാൾ ഉപരി മറ്റ് താല്പര്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഇവിടെ കൃത്യമായ ഇവാലുവേഷനോടുകൂടി സർക്കാർ മേഖലയിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന സംവിധാനമുണ്ട്. അതിലൂടെ സംസ്ഥാനത്തും സംസ്ഥാനത്തിന് വെളിയിലുള്ള മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അതിനപ്പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലുള്ള തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ പഠന സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനും PSC അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കുന്നതിനുള്ള ഫെസിലിറ്റേഷൻ സെൻറ്ററുകളും
അതോടൊപ്പം തന്നെ നെറ്റ് എക്സാമിനേഷൻ അടക്കമുള്ള പരീക്ഷകൾക്കുള്ള സൗജന്യ പരിശീലന പരിപാടികളും ഒക്കെ ചേരുന്നതാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം. അവിടെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ മാത്രം ലഭ്യമാകുന്ന ഒരു നല്ല ലൈബ്രറിയും സെമിനാർ ഹാളുകളും ക്ലാസ് റൂമുകളും ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഒക്കെ ചേർന്ന് കോടികൾ മുടക്കിയിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി മോഡൽ കരിയർ സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ്. 1959 മുതൽ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ വളരെ നിസ്തുലമായ സേവനം കരിയർ ഗൈഡൻസ് മേഖലയിൽ നൽകിയിട്ടുണ്ടെങ്കിൽ 2019 അത് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക്, സയൻറ്റിഫിക് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാവുകയായിരുന്നു. അവിടെ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യങ്ങളെ സൗജന്യമായി ഈ 13 വിവിധ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 13 സെൻറ്ററുകളിൽ പോയി നമ്മുടെ കുട്ടികൾക്കും പാരൻസിനും ആ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സർക്കാരിൻ്റെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ടെത്താനും നമ്മുടെ കുട്ടികളുടെ പരിമിതികളും കുറവുകളും കണ്ടെത്താനും അതിനെ തിരുത്തി മുന്നോട്ട് പോകാനുമുള്ള സാധ്യതകളുണ്ട്. തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്നു എന്ന ആ ഒരു പരിമിതി വളരെ പെട്ടെന്ന് തന്നെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ഈ സാധ്യതകളെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വലിയ സാധ്യതകളാണ് മോഡൽ കരിയർ സെൻറ്ററുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ തൊഴിൽ മേഖലയിലേക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങളുമായി സ്വകാര്യ ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ജോബ് ഫെയറുകളും ഉപദേശങ്ങളും രജിസ്ട്രേഷനും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് എംപ്ലോയബിലിറ്റി സെൻറ്ററുകൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ കരിയർ സർവീസിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ നാഷണൽ കരിയർ സർവീസിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ഒരു ജോബ് പോർട്ടലുണ്ട്, നാഷണൽ കരിയർ പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി പ്രൈവറ്റ് ജോബുകൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുകൂടാതെ ഓരോ നഗരങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ വെച്ചിട്ട് ആ പ്രദേശത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ജോബ് ഫെയറുകളിലൂടെ വലിയ തോതിലുള്ള തൊഴിൽ നൽകുന്നതിനുള്ളൊരു സംവിധാനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു കരിയർ മേഖലയിൽ, അതായത് ആദ്യത്തെ മേഖല വിദ്യാഭ്യാസവും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട മേഖലകളിലും ഈ സ്വകാര്യ മേഖലയിലെ തൊഴിൽ ഇടങ്ങളിലേക്കുള്ള എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിസ്തുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെങ്കിൽ രണ്ടാമത്തെ മേഖല പ്രധാനമായിട്ടും സ്വകാര്യ മേഖലയിലേക്കുള്ള തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. മൂന്നാമത് വരുന്ന മേഖല എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ അവസാനമായി ആരംഭിക്കുകയുണ്ടായി. കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ വിവിധ റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയകളിൽ പ്രവർത്തിക്കുകയും അവിടെ ഇതേ സേവനങ്ങൾ തന്നെ നൽകുകയും ചെയ്യുന്ന രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ നാഷണൽ കരിയർ പോളിസിയുടെ ഭാഗമായിട്ട്, കരിയർ നയത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ജില്ലാ എക്സ്ചേഞ്ചുകൾക്ക് ചേർന്നിട്ടാണ് ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ എംപ്ലോയബിലിറ്റി സെൻറ്ററുകൾ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ഈ വലിയ തോതിലുള്ള മാറ്റങ്ങൾ തൊഴിൽ മേഖലയിലേക്ക് സർക്കാർ ഇടപെടലുകൾ നടത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു? പലപ്പോഴും ഇതേക്കുറിച്ച് ധാരണകളില്ലാതെ പലപ്പോഴും ചതിക്കുഴികളിൽ ചെന്ന് ചാടുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. സൗജന്യമായിട്ട് ഇൻ്റർവ്യൂ ട്രെയിനിങ് ലഭിക്കാൻ ഈ സ്ഥാപനങ്ങളിലെല്ലാം സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അവരുടെ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും മറ്റു തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും സ്വകാര്യ മേഖലയിലെ തൊഴിലന്വേഷണവുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾക്കും ചില പർട്ടിക്കുലറായിട്ടുള്ള ചില കോഴ്സുകൾ ഒക്കെ സൗജന്യമായിട്ട് പഠിക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ സംവിധാനങ്ങളിലൂടെ നമുക്ക് ലഭ്യമാണ്. മോഡൽ കരിയർ സെൻറ്ററുകൾ വളരെ ശ്രദ്ധേയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. തൊഴിലിടങ്ങളിലേക്ക് വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളെ സ്കിൽഫുള്ളായി കൊണ്ടുവന്ന് എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംവിധാനം ആരംഭിച്ചിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റുകയും മെഗാ ജോബ് ഫെയറുകളിലൂടെയും ഒക്കെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് തൊഴിൽ കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരിശീലനം നടത്തുന്ന കുട്ടികൾക്ക് വർക്കിംഗ് ഡേയ്സിൽ വർക്കിംഗ് അവേഴ്സിൽ ഇവിടെ വന്നിരുന്ന് പഠിക്കുന്നതിനുള്ള ലൈബ്രറി, റീഡിംഗ് റൂം സംവിധാനങ്ങളടക്കം ഒരുക്കിക്കൊണ്ടുള്ള
വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉൾപ്പെടെ പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനങ്ങൾ, അത് PSC പരീക്ഷയായാലും ബാങ്ക് എക്സാമിനേഷൻ ട്രെയിനിങ് ആയാലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷാ പരിശീലനമായാലും ഈവൻ നെറ്റ് എക്സാമിനേഷനൊക്കെ മോഡൽ കരിയർ സെൻറ്ററുകളിലെ സ്കോർ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ആവറേജിനേക്കാളൊക്കെ വളരെ വളരെ മുകളിലാണ്. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷനും PSC പരീക്ഷയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ജോലി കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ വിശാലമാണ്. കാരണം ഇതെല്ലാം പരസ്യങ്ങളില്ലാത്ത സ്ഥാപനങ്ങളാണ്, കാരണം സർക്കാർ സ്ഥാപനങ്ങളാണ്, സർവീസ് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് അത് എത്തണം. ജനങ്ങൾ ഈ സർക്കാർ സംവിധാനങ്ങളെ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തണം. സർക്കാരിൻ്റെ സേവനങ്ങൾ ജനങ്ങളുടെ പഠന തൊഴിൽ മേഖലയിലേക്കുള്ള പ്രവേശനത്തിന് വലിയ വാതായനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയണം. കേരളത്തിലെ കരിയർ ഗൈഡൻസ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് തുടക്കം കുറിച്ച ഏറ്റവും വലിയ ഒരു മൂവ്മെൻ്റായിട്ട് തന്നെ മോഡൽ കരിയർ സെൻറ്ററുകളെ നമുക്ക് കാണാൻ കഴിയും. അതിനെ കുട്ടികൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് പരീക്ഷാകാലം കഴിഞ്ഞു, പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൺഫ്യൂഷൻ തീർക്കുന്നതിന് കൃത്യമായ അഡ്വൈസ് കിട്ടുന്നതിനുള്ള, സൗജന്യ അഡ്വൈസ് കിട്ടുന്നതിനുള്ള സംവിധാനങ്ങൾ ആണ് ഇവിടെയുള്ളത്. ഓൺലൈനായിട്ടും അഡ്വൈസ് കിട്ടുന്നതിന് കരിയർ പോർട്ടലുകളിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ കരിയർ പോർട്ടലിൽ പോയാൽ, ഇനി നേരിട്ട് പോകാൻ കഴിയില്ലെങ്കിൽ മോഡൽ കരിയർ സെൻറ്ററിനോടനുബന്ധമായിട്ടുള്ള നാഷണൽ ലെവലിൽ തന്നെയുള്ള കരിയർ പോർട്ടലിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അഫിലിയേറ്റഡ് കരിയർ കൗൺസിലേഴ്സ് ഉണ്ട്, ഇതിനകത്ത് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കരിയർ കൗൺസിലേഴ്സ് ഉണ്ട്, അവരുടെ സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള വിശാലമായൊരർത്ഥത്തിൽ ഓൺലൈൻ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി ഓഫ്ലൈനായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കേരളത്തിലെ സർക്കാർ മേഖലയിലെ ഒരു ആദ്യ സംരംഭം എന്ന് തന്നെ നമുക്ക് മോഡൽ കരിയർ സെൻറ്ററുകളെ വിശേഷിപ്പിക്കാം. ഇന്നും വളരെ നിസ്തുലമായ പ്രവർത്തനങ്ങളോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അനവധി കുട്ടികൾക്ക് സ്വദേശത്തും വിദേശത്തും തൊഴിൽ കണ്ടെത്തുന്നതിനും നിരവധിയായിട്ടുള്ള കോഴ്സുകളിലേക്ക് എത്തിച്ചേരുന്നതിനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുള്ള മോഡൽ കരിയർ സെൻറ്ററുകൾ നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ്. സർക്കാർ ഇത്രയധികം ഇടപെടലുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന നിലയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കൂടിയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്.